കോട്ടയത്ത് KSRTC ബസ്സും കാറും തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവായത് തലനാരിഴയ്ക്ക് MC റോഡിലെ ചിങ്ങവനം പുത്തൻപാലം ജംഗ്ഷനിലാണ് അശ്രദ്ധമായി യു-ടേൺ എടുത്ത കാറിൽ ഇടിക്കാതിരിക്കാൻ KSRTC ബസ് ബ്രേക്ക് ചെയ്തത്. ഇതോടെ ദുരന്തം വഴിമാറി. KSRTC ഡ്രൈവർ സഡൻ ബ്രേക്ക് എടുത്തതോടെ ബസ് തെന്നി നീങ്ങുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സജോ ദേവസിയാണ് ചെയ്തത്. സജോ, സമചിത്തതയോടെ ആ ഡ്രൈവർ ഇടപെട്ടതുകൊണ്ട് അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് പറയാൻ സാധിക്കും. കാറ് മാത്രമല്ല, അതിനപ്പുറത്ത് ഒരു ഇരുചക്ര വാഹനം കൂടി പോകുന്നുണ്ടായിരുന്നു. അതിലും ആ ബസ് ചെന്ന് ഇടിക്കേണ്ടതായിരുന്നു അല്ലേ? ബസ്സിലുള്ളവരുടെയും കാറിലുള്ളവരുടെയും ഒപ്പം ആ ബൈക്ക് യാത്രികന്റെയും ഭാഗ്യം അപകടം ഉണ്ടാവാത്തത്. വരും എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു അപകടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. പക്ഷേ തലനാരിഴയ്ക്ക് ദുരന്തം ഒഴിവാവുകയായിരുന്നു. അത് നമുക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ കാർ ഡ്രൈവർ ആ ഒരു വളവിലെ ഭാഗമാണ്, അവിടെ ഡബിൾ യെല്ലോ ലൈൻ കാണാം. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെ യഥാർത്ഥത്തിൽ ഗതാഗത നിയമങ്ങളുടെ അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് കാണാം. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ യു-ടേൺ എടുക്കാൻ, ഈ റോഡ് മുറിച്ച് പോകാൻ തിരിച്ചങ്ങോട്ടേക്ക് പോകാൻ ഈ കാർ ഡ്രൈവർ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് അപ്രതീക്ഷിതമായ ഒരു കാർ മുന്നിലേക്ക് കയറി വരുന്നു. സാമാന്യം വേഗതയിലായിരുന്നു KSRTC ബസ്. പക്ഷേ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു ദുരന്തം ഒഴിവാക്കിയെന്ന് പറയേണ്ടി വരും. KSRTC ബസ്സിന് ബ്രേക്കിന് ഇത്രയും പവർ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഒരു ദുരന്തം ഒഴിവാക്കി. പക്ഷേ സഡൻ ബ്രേക്ക് ഇട്ടു. പിന്നാലെ ആ ബസ് തെന്നി നീങ്ങുന്നത് കാണാം. കാരണം സഡൻ ബ്രേക്ക് ഇട്ടാൽ ബസ് ഉടൻ നിൽക്കില്ലല്ലോ. അത് തെന്നി നീങ്ങി ആ കാറിൽ തട്ടി. പക്ഷേ ആ കാർ ഓടിച്ചിരുന്ന ആൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം മാത്രമാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കോട്ടയത്തെ MC റോഡിലെ ചിങ്ങവനം പുത്തൻപാലം ജംഗ്ഷന് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ CCTV ദൃശ്യങ്ങളിൽ അത് എത്രത്തോളം ഞെട്ടിക്കുന്നതാണ് ഈ അപകടം എന്ന് വ്യക്തമാകുന്നതാണ്. യഥാർത്ഥത്തിൽ അപകടം എന്ന് പറയുമ്പോഴും ആ അപകടം അങ്ങ് തലനാരിഴയ്ക്ക് ഒഴിവായി പോവുകയാണ്. കാറിന് നേരിയ തോതിൽ തട്ടിയിട്ടേ ഉള്ളൂ. പക്ഷേ ആ ഒരു ബസ്സാണ്, അതിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി. പക്ഷേ ആ ഡ്രൈവറുടെ ഒരു അശ്രദ്ധമായ യു-ടേൺ ആണ് ഇത് വരുത്തി വച്ചത്. ശരി, ഏതായാലും ആ KSRTC ബസ്സിന്റെ ഡ്രൈവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. സൂക്ഷിച്ചു നോക്കിയാൽ ആ ദൃശ്യങ്ങളിൽ കാറിനപ്പുറം മറുഭാഗത്തു കൂടി ഒരു ഇരുചക്ര വാഹനം കൂടി വരുന്നുണ്ട്. ആ ബസ് അങ്ങോട്ട് തെന്നി നീങ്ങുമ്പോൾ അത് കടന്നു പോവുകയാണ് ആ ഇരുചക്ര വാഹനവും. ഏതായാലും അതിലുണ്ടായിരുന്നയാളും രക്ഷപ്പെട്ടു. ആശ്വാസകരം തന്നെ. പക്ഷേ ദൃശ്യങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ്. അശ്രദ്ധമായി ഇത്തരത്തിൽ യു-ടേൺ എടുക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.